ഞാൻ ഇന്ന് ചെറിയൊരു ചിന്ത പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഞാൻ ഇന്നും പ്രസംഗിക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചു തുടങ്ങിയ ചിന്തയാണ്, ഫെലോഷിപ്പാണ്. യോഹന്നാൻ്റെ ലേഖനങ്ങൾ അതിൻ്റെ 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ യോഹന്നാൻ പറയാം, ഞങ്ങൾ കണ്ടത് കേട്ടത്, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത് കേട്ടത് നോക്കിയത് തൊട്ടത് ഞങ്ങളോട് അറിയിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിക്കാം. യോഹന്നാൻ പറയും, ഞങ്ങൾക്ക് കണ്ടു കേട്ടു തൊട്ടു എന്നതുകൊണ്ട് ഒരു കൂട്ടായ്മയുണ്ടായി. എന്നാ കണ്ടു കേട്ടു തൊട്ടു എന്നതുകൊണ്ട് ഒരു ഫെലോഷിപ്പ് ഉണ്ടായി. എല്ലാവരും പറഞ്ഞേ, കണ്ടു കേട്ടു തൊട്ടു എന്നതുകൊണ്ട് ഒരു ഫെലോഷിപ്പ് ഉണ്ടായി. ഈ ഫെലോഷിപ്പ് നിങ്ങൾക്കും ഉണ്ടാകേണ്ടതിനാണ് ഞാൻ കണ്ടത് കേട്ടത് തൊട്ടത് നിങ്ങളോട് പറയുന്നത്. ഉദ്ദേശം ഞങ്ങൾക്ക് കണ്ട് തൊട്ടു അനുഭവിച്ചതുകൊണ്ട് ഒരു കൂട്ടായ്മയുണ്ടായി. ആ കൂട്ടായ്മ നിങ്ങളിലേക്കൊന്ന് വരേണ്ടതിനെ, അതേ അളവിൽ വരേണ്ടതിനെ, അതുപോലെ നിങ്ങൾ അനുഭവിക്കേണ്ടതിനെ ആണ് ഞങ്ങൾ ഇതെഴുതുന്നത്. അപ്പോൾ എഴുതിയതിൻ്റെ ഉദ്ദേശം യോഹന്നാൻ അനുഭവിച്ച അനുഭവങ്ങളിൽ നിന്ന് ഒട്ടും താഴോട്ട് നമ്മൾ വരരുതെന്നും അതേ അളവിൽ അത് അനുഭവിക്കണമെന്നും ദൈവം ആഗ്രഹിച്ചതാണ് ഇത് എഴുതുവാൻ കാരണം. യേശു മരിച്ചു. ശിഷ്യന്മാരുടെ കൂടെ സഞ്ചരിച്ചിരുന്ന യേശു മരിച്ചു. അവരോടൊപ്പം നടക്കുകയും അവരോടൊപ്പം ഇരിക്കുകയും അവരോടൊപ്പം കഴിക്കുകയും അവർക്ക് അധികാരത്തെ പകരുകയും അവരെ ശക്തീകരിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത യേശു മരിച്ചു. ശിഷ്യന്മാരിൽ പലരും ചെതറിപ്പോയി. അവർക്ക് അവരുടെ പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു. എന്നാൽ പ്രതീക്ഷയ്ക്ക് നഷ്ടമായി എന്ന് പറയുന്നിടത്ത് ഒരു അത്ഭുതം മുളയ്ക്കാൻ തുടങ്ങി. 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. കേട്ടവരൊന്നും വിശ്വസിച്ചില്ല. ഞെട്ടലോടെ അവരെ കേട്ടുവെങ്കിലും ആരും വിശ്വസിച്ചില്ല. ചില ആളുകൾ പറഞ്ഞു, നിങ്ങൾ ആര് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല, ഞാൻ തൊട്ടു നോക്കിയിട്ടേ വിശ്വസിക്കത്തുള്ളൂ. കൂടെ നടന്ന ശിഷ്യന്മാരാ കേട്ടതാ. യേശു ആ തൊട്ട ശിഷ്യന്റെ കൂടെ ഇറങ്ങി വന്നു. എന്നിട്ട് ആ പറഞ്ഞ ശിഷ്യന്റെ കൂടെ ഇറങ്ങി വന്നു. എന്നിട്ട് അവരോട് കൂടെ 40 ദിവസം ചെലവഴിച്ചു. എങ്ങനെയാണോ യേശു ജീവനോട് ഇരുന്ന സമയത്ത് അവരോടൊപ്പം സമയം ചെലവഴിച്ചത്, കഴിച്ചു, ഇരുന്നു, എൻ്റെ കൂടെ ഉണ്ടോ ഒരു ഹല്ലേലൂയ പറയാമോ, സംസാരിച്ചു, ശക്തീകരിച്ചു, ഇതെല്ലാം ചെയ്തുകൊണ്ട് അടുത്ത 40 ദിവസം അവരോട് കൂടി ഇരുന്നു. അവർക്ക് മനസ്സിലായി യേശു മരിച്ചു എന്ന് ലോകത്തിന് തോന്നുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ലോകത്തെ പോലെയല്ല, ഞങ്ങൾക്ക് മരിച്ചിട്ട് ഉയർക്കുന്ന വേറൊരുത്തിനെ അറിയാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഒരു ഹല്ലേലൂയ പറയാമോ എന്ന് പറഞ്ഞാൽ, മരിച്ചിട്ടും അവരുടെ കൂട്ടായ്മ തീർന്നില്ല. എഴുന്നേറ്റ കർത്താവ് മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണോ ഈ മനുഷ്യരുമായി കൂട്ടായ്മ ആചരിച്ചിരുന്നത്, ശിഷ്യന്മാരുമായി കൂട്ടായ്മ ആചരിച്ചിരുന്നത്, അതിലൊട്ടും കുറയാതെ ശിഷ്യന്മാരുമായി കൂട്ടായ്മ ആരംഭിച്ചു. 40-ാം ദിവസം കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു പ്രോമിസ് പറഞ്ഞിരുന്നില്ലേ, അത് മറ്റൊന്നുമല്ല, പ്രോമിസ് ഇതാണ്, ഞാൻ പോകാൻ പോവുക, എന്നെ പോലെ ഒരുവനെ ഞാൻ പറഞ്ഞയക്കാൻ പോവുക. അടുത്തിരിക്കുന്ന ആളോട് പറ, ആരെ പോലെയുള്ള ആളെ വിടാൻ പോകുന്നത്? എന്നെ പോലെ. ആരെ പോലെയാ അത്? യേശുവിനെ പോലിരിക്കുന്ന മറ്റൊരുവനെ. അടുത്തിരിക്കുന്നവരോട് പറ, എന്നെ പോലിരിക്കുന്ന മറ്റൊരുവനെ. ഉറക്കെ പറ, എന്നെ പോലിരിക്കുന്ന, യേശുവിനെ പോലിരിക്കുന്ന മറ്റൊരുവനെ ഞാൻ പറഞ്ഞു വിടാൻ പോവാ. കാരണം ഇനി നിങ്ങൾക്ക് ഞാൻ തന്ന ഫെലോഷിപ്പ് ഇനി ഒരിക്കലും മുറിഞ്ഞു പോകത്തില്ല. ദൈവം നിങ്ങളോട് കൂടെയാണ്. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞവനായി നിങ്ങളോട് കൂടെയാണ്. ആ ഫെലോഷിപ്പിനെ ഒരിക്കലും മുറിയത്തില്ല. അത് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പോകുകയാണ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ആ കൂട്ടായ്മ തുടർന്നു. എന്നാൽ ആ കൂട്ടായ്മ തുടരേണ്ടതിനെ അവനെ പോലെ ഒരുവനെ അയച്ചിരിക്കുന്നു. അവന്റെ പേര് യേശു എന്നാണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, പരിശുദ്ധാത്മാവിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ പറയും തീ പോലിരിക്കും, വേറെ ആള് പറയും നദി പോലിരിക്കും, ചില ആളുകൾ പറയും പുക പോലിരിക്കും. കാരണം മഞ്ഞ് വന്നപ്പോ പുക കൊണ്ട് മൂടിയെന്ന് എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നാൽ എങ്ങനെ ഇരിക്കും? പരിശുദ്ധാത്മാവിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? സത്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ പേരെന്താ? നിങ്ങളെന്താ അങ്ങനെ ചോദിച്ചേ എന്ന് ചിന്തിക്കുമായിരിക്കും. ബൈബിളിൽ പിതാവിന് പേരുണ്ട്, പുത്രനും പേരുണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ പേരുണ്ടോ? പിതാവിന്റെ ആത്മാവെന്നാ പേര്. വ്യക്തിപരമായി പേരില്ലാത്തയാളാ.
നമ്മുടെ സ്വത്രമൊക്കെ പോയോ? ഒരു നല്ല ഹല്ലേലൂയ പറ. പരിശുദ്ധാത്മാവിനെ കണ്ട എങ്ങനെ ഇരിക്കും? നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ സങ്കല്പിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിൽ കൊണ്ടുവരുന്നത് തീ അടുക്ക് നിൽക്കുന്നതായോ കാറ്റ് പോലെയോ അല്ലെങ്കിൽ നദി പോലെയോ ഒക്കെയാണ് കാണുന്നത്. ചില ആളുകൾ വെള്ളച്ചാട്ടം പോലെ കാണുന്നവരുണ്ട്, നദി പോലെ കാണുന്നവരുണ്ട്. എനിക്കതിലൊന്നും വിരോധമില്ല. ചില ആളുകൾ പ്രാവിനെ പോലെയാണ് കാണുന്നേ. പക്ഷേ ഇതൊന്നുമല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ മാത്രമാവാ. പരിശുദ്ധാത്മാവിനെ കണ്ടാൽ യേശുവിനെ പോലെ ഇരിക്കും. നിങ്ങളുടെ സ്വത്രം പോയി കണ്ടോ? കൈയടിക്കാൻ പോലും ആരുമില്ല. കൈയടിച്ച് അടുത്തിരിക്കുന്ന ഒരാളോട് പറ, പരിശുദ്ധാത്മാവിനെ കണ്ടാൽ ആരെ പോലെ ഇരിക്കും? വചനം ജഡമായി. വചനത്തിന്റെ രൂപം എന്താന്ന് ഞാൻ ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയും, അത് പരിശുദ്ധാത്മാവിന്റെ രൂപമാണ്. രൂപം എന്താന്ന് ചോദിച്ചാൽ എന്ത് പറയും? അത് വേറൊരു രൂപമല്ല, യേശുവിന്റെ രൂപമാണ്. നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്ന യേശുവിനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അറിയണം, അത് യേശു അല്ല എന്ന് ഞാൻ പറയാൻ ആളല്ല, പക്ഷേ പരിശുദ്ധാത്മാവിന്റെ രൂപമാണ് നിങ്ങൾ പലപ്പോഴും യേശുവിനായി കണ്ടത്. കൈകളിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദകീർത്തന ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവന്റെ ആശ്ലേഷണമാണ് എനിക്ക് അനുഭവങ്ങളായും തീയും കാറ്റും അനുഭവങ്ങളുമായി തോന്നിയത്. ഈ പകൽ ചിലരെ കൂടെ പരിശുദ്ധാത്മാവിന്റെ ആലിംഗനം കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറ, ശബ്ദമുയർത്തി ആമേൻ എന്ന് പറഞ്ഞാൽ അവൻ നിന്റെ അടുക്കൽ നിൽക്കുമ്പോ നിനക്കുണ്ടാകുന്ന, നിന്നിൽ പകരുന്ന അനുഭവങ്ങളാണ് നീ പരിശുദ്ധാത്മാവ് എന്ന് വിചാരിച്ചെങ്കിൽ അത് നിന്റെ അടുക്കൽ അവൻ ആയിരുന്നത് കൊണ്ട് നിന്റെ ശരീരത്തിൽ ലഭിച്ചതാണ്. ഈ അനുഭവങ്ങളല്ല പരിശുദ്ധാത്മാവ്, അടുക്ക നിൽക്കുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. Come on, come on. ഈ പകൽ ചിലർ വ്യക്തിപരമായി പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുന്നതിനായി ഞാൻ നന്ദി പറയുന്നു. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ പകൽ വ്യക്തിപരമായി ചിലർ പരിശുദ്ധാത്മാവുമായി കണ്ടുമുട്ടുന്നതിന് നന്ദി പറയുകയാണ്. വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് സംസാരിച്ചു തുടങ്ങുന്നതിന് നന്ദി പറയുകയാണ്. ഒന്ന് ചേർന്ന് കൈയടിച്ചൊരു ആമേൻ പറ. റാന്ധന മസാല അനിവാസിൽ അല്പനേരം ആരാധിച്ചാട്ടെ. റാന്ധന നസിലിയോതോ റാന്ധന നനിയാധലകോ റസലി നകാതലിയോ റാന്ധന നനനനകോ റിസിനി നനനനകോ. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് വരുന്നതിനേക്കാൾ മുമ്പ് യേശുവിന്റെ ശിഷ്യന്മാർ അധികാരത്തോടെ ശുശ്രൂഷിച്ചു. ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നപ്പോ സത്യത്തിൽ പരിശുദ്ധാത്മാവ് വന്നത് ഇത് കൊടുക്കാൻ മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പകരാൻ മാത്രമല്ല, പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയുമായി ഞാനും നിങ്ങളും നടക്കാൻ വേണ്ടിയാണ്. നമുക്ക് പരിശുദ്ധാത്മാവിൽ നിന്ന് ശക്തിയെ അടർത്തിയെടുത്ത് ആ ശക്തിയുമായി നടക്കാനാണ് ഇഷ്ടമുള്ളത്. എന്നാൽ ദൈവത്തിന് നമ്മളോടൊപ്പം നടക്കണമെന്ന് തോന്നിയപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. അനുഭവം വരാവോ? ഇതൊക്കെ പരിശുദ്ധാത്മാവാന്ന് വിചാരിച്ചു കേട്ടോ. ബോബിയുടെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചത് ദൈവത്തിന് എൻ്റെ കൂടെ നടക്കണമെന്ന് തോന്നിയ ദിവസമാണ് സത്യത്തിൽ പരിശുദ്ധാത്മാവിനെ എനിക്കായി കൂട്ടിന് തന്നത്. ആമേൻ. ദൈവം എൻ്റെ കൂടെ നടക്കുകയാണ്. എൻ്റെ കൂടെ ഉണ്ടെന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. എൻ്റെ കൂടെ ദൈവം നടക്കുകയാണ്. ദൈവം എൻ്റെ കൂടെ നടക്കേണ്ടതിനെ, എൻ്റെ കൂടെ സംസാരിക്കേണ്ടതിനെ, എൻ്റെ കൂടെ നേരിട്ട് ഫെലോഷിപ്പ് ആചരിക്കേണ്ടതിനെ സ്വർഗം ആഗ്രഹിച്ചപ്പോ എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന ആളാണ് പരിശുദ്ധാത്മാവ്. ഞാൻ ഇതിൽ നിന്ന് കുറെ മുത്തൊക്കെ എടുക്കാൻ പോവാ. ഓ, എന്നാ ബ്യൂട്ടിഫുൾ ആയതാ. നമുക്ക് മനസ്സിലാവുന്നു? പക്ഷേ ഈ മുത്ത് വഹിച്ചിരുന്നത് എൻ്റെ മോളായിരുന്നു. ദ സെയിം വേ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിന്ന് പലതും അപഹരിച്ചിട്ടുണ്ട്, എടുത്തിട്ടുണ്ടോ? ആ എടുത്തയാളെ നമുക്ക് പരിചയമില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സത്യത്തിൽ ഇത് നമുക്ക് അവൻ നൽകിയത് ഞാനും അവനും തമ്മിലുള്ള റിലേഷന്റെ റിഫ്ലക്ഷൻ ആകാനാണ് അത് എനിക്ക് അവൻ നൽകിയത്. പക്ഷേ നൽകിയ എനിക്ക് അത്
ഫെലോഷിപ്പിന്റെ റിഫ്ലക്ഷൻ ആയിട്ടല്ല മനസ്സിലായേ, വരമായിട്ട് മാത്രമാണ് മനസ്സിലായത്. ഓ, കുറച്ച് കട്ടിയായി പോയി. ഒരു ഹല്ലേലൂയ പറയാവോ? ശബ്ദത്തിൽ ഹല്ലേലൂയ പറയാവോ? നിങ്ങളോട് എങ്ങനെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്? നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഈ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ നിങ്ങൾക്ക്? കൂട്ടായ്മ. എല്ലാവരും പറഞ്ഞേ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവോ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടായ ഒരു കാര്യം, ഞാൻ ഒരാളോട് പ്രാർത്ഥിക്കുന്നതിനെയാണ് പലപ്പോഴും കൂട്ടായ്മ എന്ന് ചിലർ വിളിച്ചേ. അല്ല, ഞാനൊരാളോട് വർത്തമാനം പറയുന്നതിനെയാ, ആ ആളുമായി ഒപ്പമായി ഇരുന്ന് സംസാരിക്കുന്നതിനെയാ വാസ്തവത്തിൽ കൂട്ടായ്മ എന്ന് വിളിച്ചത്. ഇരുന്നു. എങ്ങനെ ഒരാളിൽ കൂട്ടായ്മ ഉണ്ടാകും? Most of us don't know how to build, how to start a fellowship. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. രണ്ട് വിധത്തിലാണ് ഫെലോഷിപ്പിന്റെ സ്വാധീനം നമ്മളിലേക്ക് വരുന്നത്. ഒന്ന്, ഞാൻ ആരൊക്കെ പ്രേമിച്ചിട്ടുണ്ടെന്ന് ചോദിക്കാൻ പോവുമായിരുന്നു. ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങളാരും പ്രേമിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുക. ഇനി പ്രേമിച്ചിട്ടുണ്ട് എന്നുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഉദാഹരണം, ഞാൻ പ്രേമിച്ചിട്ടുണ്ട്. എനിക്കൊരു പെങ്കൊച്ചിനെ കണ്ടപ്പോൾ ഇഷ്ടമായി. എന്തായിരിക്കും ഇഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായി കാണുക? ആ പെൺകുട്ടിയുടെ വാക്കുകളോ പ്രവൃത്തികളോ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യണം. ഒന്ന്. രണ്ട്, അവളുടെ ശാരീരിക പ്രകൃതി, സൗന്ദര്യം എന്നെ സ്വാധീനിക്കണം, അട്രാക്റ്റ് ചെയ്യണം. ഒന്നെന്താണ് അത്? അവളുടെ ശാരീരിക പ്രകൃതി എന്നെ അട്രാക്റ്റ് ചെയ്യണം, അവളിലേക്ക് അടുപ്പിക്കണം. രണ്ട്, ആ വ്യക്തിയുടെ പ്രവൃത്തിയോ ആ വ്യക്തിയുടെ പെരുമാറ്റമോ സംസാര രീതിയോ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യണം. അങ്ങനെ രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഞാൻ അയാളെ നോക്കാനായി തുടങ്ങും. എനിക്ക് ആ വ്യക്തിയുടെ ഇൻഫ്ലുവൻസ്, ആ വ്യക്തിയുടെ അട്രാക്ഷൻ എന്നിൽ സ്വാധീനിച്ചത് വാക്കുകളായി ആ വ്യക്തിയോട് പങ്കുവയ്ക്കാൻ എന്നിലൊരു ത്വരയുണ്ടാകും, ആഗ്രഹം ഉണ്ടാകും. അങ്ങനെയാ പ്രേമം ഉണ്ടാകുന്നേ. ഒരു പെങ്കൊച്ചിനെ കണ്ടപ്പോൾ ഇഷ്ടമായി. അവളെ കണ്ണു കണ്ടപ്പോൾ ഭയങ്കര രസം, അവളെ ചിരി കണ്ടപ്പോൾ ഭയങ്കര രസം. അവളെ കാണുമ്പോൾ അവള് നമ്മളെ നോക്കി ചിരിക്കുന്നില്ലെങ്കിലും നമ്മൾ അറിയാതെ ചിരിച്ചു പോവുക. അതാണ് പ്രേമത്തിന്റെ ആരംഭം. അല്ല, ആ പെങ്കൊച്ച് ചെയ്യിക്കുന്ന പ്രവൃത്തികൾ കണ്ടു, സംസാരിക്കുന്ന രീതി കണ്ടു ഭയങ്കരമായിട്ട് അടുപ്പം തോന്നി. അവള് ചെയ്യുന്നതെല്ലാം അങ്ങ് ഇഷ്ടമാവുക. അവള് പറയുന്ന രീതിയൊക്കെ അങ്ങ് ഭയങ്കര ആഗ്രഹം തോന്നുക. ഇതാണ് പ്രേമത്തിന്റെ രീതി. അത് വർദ്ധിക്കുമ്പോൾ ആ ഇഷ്ടപ്പെട്ടയാളിനോട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. അതിനെ പ്രേമം മുട്ടിട്ടു എന്ന് പറയും. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയ ഒരു ഹല്ലേലൂയ പറയോ? ഞാൻ പറയുന്ന അതേ അർത്ഥത്തിൽ മനസ്സിലായവരുന്ന് കര ഉയർത്തി കാണിച്ച് ആ വ്യക്തിയോട് നമ്മൾ സംസാരിക്കാനായി ശ്രമിക്കും. ആ വ്യക്തിക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ പറഞ്ഞു തുടങ്ങുന്ന നിമിഷം മുതൽ നമ്മൾ അലയ്ക്കാനും വർത്താനും പറയാനും അടുക്കാനും തുടങ്ങും. ഇത് തന്നെയാണ് ഫെലോഷിപ്പ്. നിങ്ങൾ എന്താണ് പരിശുദ്ധാത്മാവിൽ നിങ്ങളെ അട്രാക്ഷനായി കണ്ടത്? അല്ല, നിങ്ങൾ എന്താണ് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്തത്? ഒരുപക്ഷെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവാണെന്ന് പറയാൻ അറിയത്തില്ല എങ്കിൽ നിങ്ങൾ പള്ളിയിൽ വന്നപ്പോൾ നിങ്ങളെ ആദ്യം ഇൻഫ്ലുവൻസ് ചെയ്തത് എന്താ? നിങ്ങൾ എന്താണ് അട്രാക്ട് ചെയ്തത്? ആ അട്രാക്ട് ചെയ്തത് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ഫെലോഷിപ്പ് മുറിഞ്ഞു പോയി കാണും. ആ അട്രാക്ട് ചെയ്തത് നിങ്ങളിൽ വർദ്ധിച്ചു വരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു വർത്തമാനം ഉണ്ടാകും, അതിനകത്തൊരു ഇടപെടലുകളുണ്ടാകും. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് വാസ്തവത്തിൽ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ കൈയടിച്ചില്ല. ശബ്ദയോർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് അനുമോളിങ് വന്നേ. ഞാൻ കുറച്ച് കോക്കം ബീച്ച കാണിക്കാം. നിൽക്ക. ഇതൊരു പെങ്കൊച്ചാണ്. എനിക്ക് അവളെ കണ്ടപ്പോൾ ഇഷ്ടമായി. ഞാനൊന്ന് നോക്കി. എന്നെ നോക്കല്ലേ കേട്ടോ, അങ്ങോട്ട് തിരിഞ്ഞു നോണം കേട്ടോ. ഞാൻ ഓട്ടക്കണ്ണിട്ട് നോക്കുക. എനിക്കിഷ്ടമായി. എനിക്കിഷ്ടമായെങ്കിൽ എൻ്റെ ഉള്ളിലെ ആദ്യത്തെ ത്വര എന്നാന്നറിയോ? എങ്ങനെയെങ്കിലും വർത്തമാനം പറയണം. അതാണ് നമ്മളിൽ ഉണ്ടാകുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം. ആണെന്നോ അല്ലെന്നോ?
അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിന്നാണ് വാസ്തവത്തിൽ ഫെലോഷിപ്പ് ആരംഭിക്കുന്നത്. കണ്ടോ എന്ത് പെട്ടെന്ന് മനസ്സിലായി നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളിനോട് നിങ്ങൾക്ക് എന്ത് ആരംഭിക്കാൻ പറ്റത്തില്ല? അടുത്ത വാചകം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളിനോട് ഇങ്ങനെ മിണ്ടാൻ പറ്റുമെന്ന് മനസ്സിലാക്കുന്ന നിമിഷം മുതൽ കൂട്ടായ്മ ആരംഭിക്കുന്നത്. ആമേൻ. എന്തുകൊണ്ടാ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾക്ക് കൂട്ടായ്മ ഇല്ലാത്തതെന്നറിയോ? അഭിജിത്ത് വന്നേടാ, അല്ല ജസ്റ്റിനും ഓടിയോ ഇവിടെ വന്ന് വന്നേ, അനുമോളുടെ അടുത്ത് വന്നേ. ഇത് കുറച്ചു നേരത്തിന് പരിശുദ്ധാത്മാവും ഇത് യേശു കർത്താവും. ഇതാരാണ്? നമുക്ക് കൂട്ടായ്മ ഇഷ്ടമുള്ളത് ആരോടാണെന്നറിയോ? യേശു കർത്താവിനോടാണ്. നമ്മൾ സംസാരിക്കുന്നത് ആരോടാണ്? യേശു കർത്താവിനോടാണ്. കാരണം എനിക്ക് അല്പമെങ്കിലും പരിചയവും താല്പര്യവും എല്ലാം ഉള്ളത് ആരോടാണ്? യേശു കർത്താവിനോടാണ്. പക്ഷെ യേശു പറഞ്ഞു, ഞാനല്ല ഇനി സംസാരിക്കാൻ വരുന്ന വേറൊരാളാണ്, അയാളോടാണ് നിങ്ങൾ ഫെലോഷിപ്പ് സൂക്ഷിക്കേണ്ടത്. പക്ഷെ എനിക്ക് ഇയാളെ അറിയത്തില്ല, ഇയാളിൽ എനിക്ക് പല അട്രാക്ഷൻ ഉണ്ട്, ഇയാൾക്ക് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാ, പക്ഷെ ഇയാളെ എനിക്ക് പരിചയമില്ല, എനിക്കൊരു പ്രേമവും ഇല്ല. എൻ്റെ ഉള്ളിലെ ഇഷ്ടത്തിൽ നിന്ന് മാത്രമേ എന്ത് ആരംഭിക്കത്തുള്ളൂ? അറിയാത്ത, ഇഷ്ടമില്ലാത്ത, പരിചയമില്ലാത്ത ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് വേണമെങ്കിൽ വർത്തമാനം പറയാം, പക്ഷെ കൂട്ടായ്മയാതിരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പലരും പ്രാർത്ഥിക്കുന്നത് കൂട്ടായ്മയാതിരിക്കാൻ പറ്റാത്തത്. കൂട്ടായ്മ ഈസ് ഡിഫറെന്റ്. എനിക്ക് അയാളെ അറിയണം, അയാളെ ഇഷ്ടമാകണം, അയാളോട് സ്നേഹം ഉണ്ടാകണം. അവിടെ നിന്ന് മാത്രമേ എൻ്റെ സംസാരം ഒഴുകത്തുള്ളൂ. അല്ലെങ്കിൽ വർത്തമാനം പറച്ചിലുണ്ടാകത്തില്ല, അയാളോടുള്ള പ്രാർത്ഥന ഉണ്ടാകത്തുള്ളൂ. എന്താ കൈയടിക്കാത്തെ? ഇനി ഇത് വെള്ളം ചേർക്കാൻ ഒക്കത്തില്ല. എനിക്ക് ആരോട് കൂട്ടായ്മ ആചരിക്കാൻ ഇഷ്ടമോ? യേശുവിനോടും. സോളിങ് വന്നേ, അല്ലെ അനീഷിങ് വന്നേ. ഇത് പിതാവാൻ ദൈവമായിട്ട് നിന്നോട്ടെ കുറച്ചു നേരത്തിന്. ഇതാരാണ്? പിതാവാണ്. പിതാവിനോട് എനിക്ക് വർത്തമാനം പറയാൻ ഇഷ്ടമാണ്. കാരണം കുറച്ച് പേടിയാണെങ്കിലും പിതാവിനോട് അത്ര ഇഷ്ടമൊന്നുമില്ല. പിതാവ് എന്ന് വിളിക്കാനേ ഇഷ്ടമുള്ളൂ. വർത്തമാനം പറയുന്ന ആളോട് തല്ല് കിട്ടത്തില്ല, അടി കിട്ടത്തില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സോൾവ് ചെയ്തോളും, രക്തം കൊണ്ട് കഴിക്കോളും, കുറച്ച് അടി തല്ലിപ്പൊളിയാണെങ്കിലും സ്വീകരിച്ചോളും. ആർക്കിഷ്ടമോ? ഈ ഇഷ്ടം ഇവിടെ വരെ ഉള്ളൂ നമുക്ക്. ഇപ്പുറത്തേക്ക് എൻ്റെ കൂടെ നടക്കാൻ യേശുവിന് പകരം ഈ ഭൂമിയിൽ ദൈവമാക്കി വെച്ചത് പരിശുദ്ധാത്മാവാണെന്നോ, എന്നോടൊപ്പം നടക്കാൻ, ഇനി കുറച്ചും കൂടെ കയറി പറഞ്ഞാൽ എനിക്ക് യേശുവിനെ വേണ്ടവണ്ണം പറഞ്ഞു തരാൻ പോലും ആക്കി വെച്ചിരിക്കുന്നത് ഈ ആളാണെന്നുള്ള ബോധം നമുക്കില്ലാതെയായി പോയി. ശരിക്കും എനിക്ക് യേശുവിനെ അറിയുമെന്നാ നിങ്ങൾ വിചാരിക്കുന്നേ? ഞാനും വിചാരിക്കുന്നേ യേശുവിന്റെ ക്രൂശിലെ മരണം എന്നെ എല്ലാം അറിയിക്കുന്നു. യേശുവിനെ എനിക്ക് നന്നായി പരിചയപ്പെടുത്തണമെങ്കിൽ, യേശുവിനെ എനിക്ക് നന്നായി മനസ്സിലാകണമെങ്കിൽ, യേശു പറഞ്ഞത് എനിക്ക് ഗ്രഹിക്കാൻ കഴിയണമെങ്കിൽ, യേശുവിൽ ഉള്ളത് എനിക്ക് മനസ്സിലാകണമെങ്കിൽ, യേശു പറഞ്ഞു വെച്ചത് എനിക്ക് പിടികിട്ടണമെങ്കിൽ, എല്ലാം ഈ മനുഷ്യനിലൂടെ, ഈ വ്യക്തിയിലൂടെ മാത്രമേ എനിക്ക് ലഭ്യമാകത്തുള്ളൂ. We have a broken relationship with the Holy Spirit, but we have a relationship with Jesus Christ. When you rebuild your relationship and fellowship with the Holy Spirit, from that day you will experience God is with us, God is moving us, God is in us. That is the experience. അടുത്ത ആഴ്ചയോ അതിൻ്റെ 2 ആഴ്ചക്കുള്ളിലോ ഞാൻ പഠിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കാവോ. ഇത് ഒരു സാധാരണ വിശ്വാസിയാ. ഇത് യേശു കർത്താവ്, ഞാൻ പരിശുദ്ധാത്മാവ്. ആരാണ്? സത്യത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന എന്നറിയോ? യേശുവിനെ എടുത്ത് ഈ ആളിലേക്ക് ചേർത്ത് വെക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പരിപാടിയാ. അത് ഞാൻ അടുത്ത ആഴ്ച പഠിപ്പിക്കാം. എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ എൻ്റെ ഉള്ളിലാക്കിയത് പരിശുദ്ധാത്മാവാണെന്ന്. ഭയങ്കരോ, മിസ്റ്ററി. ഞാൻ ആഴത്തിൽ പഠിപ്പിക്കാം. ഒറ്റ വാക്യം കൊണ്ട് പഠിപ്പിച്ച ഒക്കത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് കയറായിരുന്നേ. ആഗ്രഹം കൊണ്ടും കയറിപ്പോയതാ.
എനിക്ക് പരിശുദ്ധാത്മാവുമായിട്ടുള്ള റിലേഷൻ നഷ്ടമാകുമ്പോൾ വാസ്തവത്തിൽ യേശുവിൽ നിന്ന് ലഭിക്കേണ്ട ബെനിഫിറ്റുകളിൽ പലതും കയറി ചെന്ന് അനുഭവിക്കാൻ കഴിയാതാകുക ചെയ്യുന്നേ. യേശു പറഞ്ഞു, അവൻ വരുമ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മ വരും. പറഞ്ഞേ, ഉറക്കെ പറ. പരിശുദ്ധാത്മാവ് വരുമ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പോ യേശു ആണോ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്, പരിശുദ്ധാത്മാവാണോ ഓർമ്മ വരുന്നത്? നമ്മളിപ്പോ ആരോടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പക്ഷെ യേശു പറഞ്ഞ എന്താ? ഞാൻ വന്ന് റിവീൽ ചെയ്യുന്നല്ല, ഞാൻ പറഞ്ഞത് അവൻ വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്നോ. ഇനി എങ്ങനെ നിങ്ങളെ കൈയടിക്കാതിരിക്കുന്നത് എനിക്കറിയാൻ വയ്യ. ആ പറഞ്ഞു തരൽ നടക്കണമെങ്കിൽ ഞാൻ ആരുമായിട്ട് നടക്കണം? പരിശുദ്ധാത്മാവുമായി നടക്കണം. നിങ്ങളുടെ ഡീപ്പർ റിലേഷനാണ് സകല രഹസ്യങ്ങളും മനസ്സിലാക്കുന്നത്. ചിലർക്ക് ഇതെന്താന്ന് പോലും അറിയാത്തവരും വേണ്ടാത്തവരല്ല ഇതിനകത്തിരിപ്പുണ്ടാവും. എന്നാൽ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ ചർച്ചിലെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്നവരോടാ, അവരോട് എനിക്ക് പറയാനുള്ളത്, ഇറ്റ് വിൽ ടേക്ക് യു ടു അനദർ ലെവൽസ് ഓഫ് ക്രിസ്ത്യാനിറ്റി, another level of ministry, another level of ministry. This is a day for you. This is a time for you. This is a day for you. Believe it. Jina na 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 masata la na na ma. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ ഡീപ്പർ റിലേഷൻ ആണ് യേശുവിൻ്റെ ആഴങ്ങളെ എനിക്ക് മനസ്സിലാക്കുന്നത്. ഈ ഡീപ്പർ റിലേഷൻ ആണ് യേശു എന്ന് പറയുന്നത് വചനമാണ്. യേശു എന്ന് പറയുന്നതാണ് വചനത്തിന്റെ ആഴങ്ങൾ എനിക്ക് മനസ്സിലാക്കുന്നത്. ഇതൊരു ഡീപ്പർ റിലേഷൻ ആണ്. പിതാവിന്റെ ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ എനിക്ക് മുഴുവൻ മനസ്സിലാകുന്നത്. ഓ ലവ് യു ജീസസ്. പിതാവിന്റെ ഹൃദയം എനിക്ക് അറിയാൻ വേണ്ടി തന്നയാളാ. Without him we can't experience the real deepness of the Holy Spirit, love of Father. ഇവന്റെ സഹായം കൂടാതെ പിതാവാം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴമോ ഉയരമോ നീളമോ വീതിയോ ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഈ ആള് വന്ന് സഹായിക്കണം. യേശുവിനെ അറിയണമെങ്കിൽ ഇയാൾ വരണം, പിതാവിനെ അറിയണമെങ്കിൽ ഇയാൾ വരണം. അതുകൊണ്ടാണ് സഭയിൽ പരിശുദ്ധാത്മാവിനെ ആരും ഇമ്പോർട്ടൻസ് കൊടുക്കാഞ്ഞത്. സഭയിൽ ഇമ്പോർട്ടൻസ് പരിശുദ്ധാത്മാവിന് വന്ന എല്ലാവരും ദൈവത്തെ അറിഞ്ഞവരാകും, എല്ലാവരും യേശുവിനെ അറിഞ്ഞവരാകും. ഓ വാട്ട് എ അണ്ടർസ്റ്റാൻഡിങ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, സഭ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ഇഗ്നോർ ചെയ്തത്? സഭ നമ്മളാരും ഇഗ്നോർ ചെയ്തില്ലെന്ന് നിങ്ങൾ പറയുമായിരിക്കും, പക്ഷെ never treat him in this way. അവനോട് നമ്മൾ ഇങ്ങനെയല്ല ഇടപെട്ടത്. ഒരാളുടെ 3 പേര് എൻ്റെ അടുക്ക് വന്ന്, ഇത് പിതാവ്, ഇത് പുത്രൻ, ഇത് പരിശുദ്ധാത്മാവ്. ഞാൻ പിതാവിനോട് സംസാരിക്കുന്നുണ്ട്, പുത്രനോട് ഫെലോഷിപ്പ് കൂടാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് രണ്ടും യാഥാർത്ഥ്യമാകത്തില്ല. ഇത് രണ്ടും യാഥാർത്ഥ്യമാകുന്നത് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലൂടെയാണ്. വല്ല മനസ്സിലായോ? കാരണം യേശു പറഞ്ഞിട്ട് പോയി, ഞാൻ വേറൊരാളെ വിടുകയാണ്. എന്തിനു വേണ്ടിയാ? എനിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഫെലോഷിപ്പ് തരാൻ. അപ്പൊ നമ്മുടെ ഉള്ളിൽ വരുന്ന 100 സംശയങ്ങളില്ലേ, യേശു നമ്മുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ ആ സംശയങ്ങളുടെ ക്ലാരിഫിക്കേഷൻ ഞാൻ അടുത്ത ആഴ്ചകളിൽ തരാം. എല്ലാം കൂടെ എനിക്കിപ്പോൾ തരാനൊക്കത്തില്ല. നിങ്ങൾ ആദ്യം ബന്ധത്തിലേക്ക് പോവാ. നമ്മൾ പലപ്പോഴും പിതാവിനെയും പുത്രനെയും ഫെലോഷിപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. പരിശുദ്ധാത്മാവ് വരുമ്പോ പിതാവും പുത്രനും പ്രസന്റഡ് ആവും. പരിശുദ്ധാത്മാവിനെ കൂടാതെ പിതാവും പുത്രനും പ്രസന്റഡ് ആകത്തില്ല. കാരണം ദൈവം അതിന്റെ ഓർഡർ തെറ്റിക്കത്തില്ല. ആരാണോ ഹോളി സ്പിരിറ്റുമായി ബന്ധത്തിൽ വരുന്നത് അവർക്ക് പിതാവിനെയും പുത്രനെയും ആഴത്തിൽ അറിയാൻ പറ്റും. എനിക്ക് പ്രവചിക്കണമെന്നായിരുന്നു ഈ 2 ആഴ്ച ആഗ്രഹം.
കർത്താവിനോട് പ്രവചിക്കാൻ വേണ്ടിയിട്ട് ദൂതുണ്ട് എൻ്റെ കയ്യിൽ, പക്ഷേ പ്രവചിക്കാൻ പ്രേരണയില്ല. ആ പ്രേരണയുടെ ഒരു ഭാഗം എടുത്ത് പ്രവചിച്ചതാണ് ഞാൻ ആദ്യം ദൂതന്മാരെ കുറിച്ചൊക്കെ സംസാരിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ച് ചിന്തിച്ച് നോക്കിയാൽ കൺഫ്യൂഷൻ ആണോ ഉണ്ടാകുന്നത്, അതോ കൺഫ്യൂഷൻ ക്ലിയർ ആവുകയാണോ ചെയ്യുന്നത്? ക്ലിയർ ആവുന്നു എന്ന് പറയുന്ന കരയുയർത്തിയെ. കൺഫ്യൂഷൻ കട്ടിയൊന്നുമില്ല, പ്രീസിസ്റ്റെ കട്ടിയാണോ മനസ്സിലാക്കാൻ പറ്റത്തില്ലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പക്ഷെ ഇത് ഉണ്ടാകണമെങ്കിൽ എനിക്ക് ഇയാളോട് പ്രേമം വരണം. ഇയാളോട് വർത്തമാനം പറയണമെങ്കിൽ എന്ത് വേണം? എനിക്ക് ഇയാളോട് ഇഷ്ടം ഉണ്ടായി വരണം. ആദ്യം ഇയാളോട് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, ഇയാൾ ശക്തിയും വ്യക്തിയും വ്യക്തിയും ഒക്കെയാ. അയാൾ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഇളകും, അല്ലാതെ എനിക്ക് ആ വ്യക്തിയെ അറിയത്തില്ല. അറിയാവുന്ന രണ്ടുപേരെ പിതാവും പുത്രനുമോ. ഇയാളിൽ എനിക്ക് അട്രാക്ഷൻ ഉണ്ടാകണം. ആ അട്രാക്ഷനിൽ നിന്ന് മാത്രമേ എന്നിൽ സംസാരം ഉണ്ടാകത്തുള്ളൂ. ഇയാളിലെ അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്നിൽ ഇല്ലാത്തിടത്തോളം കാലം എനിക്ക് അയാളോട് വർത്തമാനം പറയാൻ ഇടമില്ല. യേശുവിൽ എനിക്ക് പല അട്രാക്ഷൻ ഉണ്ട്. യേശു എന്നിൽ പലരും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. യേശുവിന്റെ മരണം പുനരുദ്ധാനം അല്ല എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. യേശുവിന്റെ പല സ്വഭാവവും എന്നെ അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് യേശുവിനെ ഇഷ്ടം. പരിശുദ്ധാത്മാവിനെ എനിക്ക് അട്രാക്ട് ചെയ്യാൻ തക്കവണ്ണം എനിക്ക് പുള്ളിയെ അറിയത്തില്ല. ശരിയാണോ തെറ്റാണോ? ഞാൻ യേശുവിനോട് സംസാരിക്കുന്നതിന് കാരണമുണ്ട്. കാരണം യേശു എനിക്ക് വേണ്ടി ചെയ്തതറിയാം. യേശു എനിക്ക് വേണ്ടി ചെയ്തതറിയാം. യേശുവിൻ്റെ മരണ പുനരുദ്ധാനം വരെ എനിക്ക് വേണ്ടി വഹിച്ചതറിയാം. അതുകൊണ്ട് യേശുവിനിൽ എനിക്ക് ചിലത് യേശുവിനോട് ഇടപെടുവാനും എനിക്ക് അവനെ സ്നേഹിക്കാൻ തുടങ്ങുവാനും ആരുടെ ആവശ്യമില്ല. ക്ലിയർ? നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് പിള്ളേരെ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. യേശുവിൽ എനിക്കുണ്ടായ അട്രാക്ഷൻ പോലെ പരിശുദ്ധാത്മാവിൽ എനിക്ക് അട്രാക്ഷൻസ് ഉണ്ടോ? ടെൽ മീ. സത്യം പറ. യേശു എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തതുപോലെ, പിതാവ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തതുപോലെ എന്തെങ്കിലും പരിശുദ്ധാത്മാവ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ടെൽ മീ ദ ട്രൂത്ത്. നോ, ദാറ്റ് ഈസ് ദ ട്രൂത്ത്. പക്ഷേ അതുകൊണ്ടാണ് പിശാച് നമ്മളെ വഞ്ചിച്ച് കളഞ്ഞ്. യേശുവിനെ അറിയണമെങ്കിൽ പോലും ആരെ അറിയണം? പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശു കർത്താവാന്ന് പോലും പറയാൻ പറ്റത്തില്ല. That means the beginning of the Christianity formed and created by the Holy Spirit. ക്രിസ്ത്യാനിത്വത്തെ ഉളവാക്കിയ ആള് ഈ കാര്യമാ, ഈ ആളാണ്. യേശുവിനെ എനിക്ക് മനസ്സിലാക്കി തന്നത് ഈ ആളാണ്. പക്ഷേ ആ മനസ്സിലാക്കി തന്ന ആളുമായി റിലേഷൻ ഇല്ല. മനസ്സിലായതിനോടെ എനിക്ക് റിലേഷൻ ഉള്ളൂ. എനിക്ക് ഇങ്ങനെയൊക്കെ മനസ്സിലായപ്പോഴേ എനിക്ക് സത്യം സങ്കടമാവുന്നേ. ഞാൻ പോയിരുന്ന് കരഞ്ഞുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് പരിശുദ്ധാത്മാവിനോട് വലിയ അട്രാക്ഷൻ ഒന്നുമില്ല. എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അടുക്ക വരുന്ന ഏക കാരണം പറയട്ടെ, വല്ലതും വേണം. അവിടുന്ന് ആ വരം വരുന്നതെന്നറിയാം. അതുകൊണ്ട് വല്ലതും കിട്ടാൻ അങ്ങോട്ട് പോകാറുള്ളത്. അദ്ദേഹം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് ഏക കാര്യം വരങ്ങളാൽ മാത്രമാണ്. ഫെലോഷിപ്പ് ഉണ്ടാകണമെങ്കിൽ ലവ് ഉണ്ടാകണം. ലവ് ഉണ്ടാകണമെങ്കിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകണം, അട്രാക്ഷൻ ഉണ്ടാകണം. അട്രാക്ഷനും ഇൻഫ്ലുവൻസും പരിശുദ്ധാത്മാവിലെ എന്താണെന്ന് നിങ്ങൾ ഗ്രഹിക്കാൻ തുടങ്ങിയാൽ അയാളുമായി ഫെലോഷിപ്പ് ഉണ്ടാകും. ആ ഫെലോഷിപ്പ് ദൈവവുമായി കൂടെ നടക്കുവാൻ തക്കവണ്ണം നിന്നെ ശക്തീകരിക്കുന്നതാണ്. വാ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവം നമ്മളോട് കൂടെ. ഉറക്കെ പറ, യേശു നമ്മളോട് കൂടെ, പിതാവ് നമ്മളോട് കൂടെ. ഇത് യാഥാർത്ഥ്യമാക്കിയതാ ഞാൻ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നടക്കാൻ തുടങ്ങിയപ്പോഴാണ്. കൈകളുടെ ശരി ഹല്ലേലൂയ പറ. ഒന്ന് പറ, പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ഞാൻ നൽകേണ്ട പ്രാധാന്യമോ, അങ്ങേക്ക് ഞാൻ നൽകേണ്ട സ്ഥാനമോ എന്റെ ഹൃദയത്തിൽ ആഴത്തിൽ
ഞാൻ നൽകിയിട്ടില്ല. പരിശുദ്ധാത്മാവേ, പലപ്പോഴും നിന്നെ ഞങ്ങൾ ഇഗ്നോർ ചെയ്തു, അങ്ങയെ ഞങ്ങൾ മാറ്റി നിർത്തി, അങ്ങയോട് സംസാരിച്ചില്ല. അങ്ങ് ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. എനിക്ക് അങ്ങയുമായിട്ടുള്ള കൂട്ടായ്മ ഈ പകൽ മുതൽ ആഴത്തിലുണ്ടാകുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഹോളി സ്പിരിറ്റ്, എന്നെ കേൾക്കുന്ന യൂട്യൂബിൽ പിന്നീട് കേൾക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഇന്ന് ഞാൻ ഈ പ്രസംഗിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോ അവരാഴത്തിൽ അതിലേക്ക് കയറട്ടെ. അപ്പാ, ആഴത്തിൽ അതിലേക്ക് കയറട്ടെ. ആത്മീയ ആഴങ്ങൾ അവർ അനുഭവിക്കട്ടെ. കൈകളടിച്ചൊരു നല്ല ഹല്ലേലൂയ പറ. പരിശുദ്ധാത്മാവിന് നന്ദി എന്ന് പറ. പരിശുദ്ധാത്മാവിന് നന്ദി. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്നു നിഷ്കളങ്കനായിരിക്കുക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? Then when Abraham was 99 years old, the Lord appeared to him and said, I am God Almighty, walk before me. എല്ലാവരും പറ, before me. And be blameless and complete. I always think there is 2 commandments in that scripture. First word, I am God Almighty, walk before me. That is the first commandment. The second one, be blameless and complete. That means if you are walking with me, be blameless. So I found 2 commandments in that scripture. But when I was reading the Greek word, before me എന്ന വേർഡിനെ ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അത് വെറും ബിഫോർ മീ അല്ല, 4 അർത്ഥമല്ല, അതിന് 12 അർത്ഥങ്ങളുണ്ട് ആ ബിഫോർ മീ എന്നുള്ളതിന്. പക്ഷെ അതിൽ പ്രധാന 2 അർത്ഥം 2 ആഴ്ച കൊണ്ട് തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ഒന്നാമത്തെ അർത്ഥം വാക്ക് ഇൻ മൈ പ്രസൻസ് എന്നാണ്. ബിഫോർ അല്ല, ഇൻ മൈ പ്രസൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ദൈവം അബ്രഹാമിനോട് പറയുക, നീ എൻ്റെ സാന്നിധ്യത്തിൽ നടക്കുക. രണ്ടാമത് ഞാൻ വായിക്കുന്ന അവിടെ എഴുതിയിരിക്കുക ബി ബ്ലെയിംലെസ് ആൻഡ് കംപ്ലീറ്റ്. ആ വാചകത്തിനെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇഫ് യു ആർ വാക്ക് ഇൻ മൈ പ്രസൻസ്, നീ ഒരിക്കലും ബ്ലെയിം ആയിരിക്കത്തില്ല, അഴുക്കുള്ളവനോ കുറവുള്ളവനോ തെറ്റുപറ്റുന്നവനോ ആയിരിക്കത്തില്ല. യു വിൽ ബി കംപ്ലീറ്റ്. എല്ലാവർക്കും മനസ്സിലായില്ല? കുഴപ്പമില്ല, ഞാൻ ഇതിലേക്ക് വരുവാ. ജോനമുളങ്ങ് വരാമോ? ഇവള് അബ്രഹാമാണ്. ദൈവം പറയുക അബ്രഹാമിനോട്, വാക്ക് ബിഫോർ മീ. ദാറ്റ് മീൻസ് യു ഹാവ് ടു കം അണ്ടർ മൈ പ്രസൻസ്. എൻ്റെ സാന്നിധ്യത്തിൻ്റെ നടുവിലേക്ക് നീ വരണം. റൈറ്റ്? നിങ്ങൾ ശ്രദ്ധിച്ചേ, അവൻ്റെ സാന്നിധ്യത്തിനകത്തേക്ക് നീ വന്നാൽ നീ പിന്നെ കുറ്റക്കാരന. നീ ബ്ലെയിംലെസ് ആകാൻ ശ്രമിക്കണ്ട, കംപ്ലീറ്റ് ആകാൻ ശ്രമിക്കണ്ട. നീ ആ സാന്നിധ്യത്തിൽ അകത്തായിരിക്കുമ്പോൾ തന്നെ നീ കംപ്ലീറ്റ് ആകാൻ തുടങ്ങും. അല്ലെങ്കിൽ നിനക്ക് ദൈവ സാന്നിധ്യത്തിനകത്ത് വെച്ചും എന്തും ചെയ്യാമെന്നാകും. ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ഉള്ളിൽ വന്നാൽ നിന്നെ അത് ബ്ലെയിംലെസ് ആകാൻ തുടങ്ങും. അപ്പൊ എന്തിനാ പരിശുദ്ധാത്മാവിനോട് ചേർത്ത് നീ ഒരു വാചകം പറഞ്ഞത്? ഞാനും പരിശുദ്ധാത്മാവും കൂടെ ചേർന്ന് നടക്കുക. ഇതിനകത്തൊരു വലിയ മർമ്മം കൂടെ ഉണ്ട് കേട്ടോ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, നീ എന്നോടൊപ്പം നടക്കാനാ പറഞ്ഞേ. നമ്മളോട് ആ പ്രസൻസിനകത്ത് നടക്കാനാ പറഞ്ഞേ. നമ്മളോട് പറഞ്ഞത്, ആരെങ്കിലും എൻ്റെ പുത്രനിൽ വിശ്വസിച്ചാൽ ഞാൻ നിനക്ക് എൻ്റെ ആത്മാവിനെ ദാനമായി തരാന്നാ പറഞ്ഞു. ഭയങ്കര വ്യത്യാസമാണ്. ടോട്ടലി ഡിഫറെൻ്റ് ആണ്. എൻ്റെ കൂടെ നടക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്നയാളല്ല, ഇയാൾ എൻ്റെ കൂട്ടുകാരനാ. ഞങ്ങൾ ഒരുമിച്ച് നടക്കുക. ഞങ്ങൾ മിണ്ടാതെയല്ല നടക്കുന്നത്, ഫെലോഷിപ്പാണ് നടക്കുന്നത്. റൈറ്റ്? ഞങ്ങൾ വർത്താനം പറഞ്ഞ് നടക്കുക. എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നോ? എന്നാണ് അമേരിക്കയിൽ പോകുന്നത്? പോയിട്ട് തിരിച്ചു വന്നാൽ എന്നോട് ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ? അറിയില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കുഴി.
മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ഇയാളുമായ ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ അയാൾ വീഴാൻ പോണ ഐ ഹോൾഡ് യു, ഐ വിൽ സെർവ് യു, ഐ ക്യാരി യു. This is what happening while you are fellowshipping with the Holy Spirit. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു കൈ അടിച്ചു ആമീൻ പറ. ഇയാൾക്ക് എന്നോട് മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് കുഴി 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 എന്ന് പറയാത്തത്. ഇയാൾക്ക് എന്നോട് മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് ഞാന് അയ്യോ അയ്യോ കുഴി 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 ഡോണ്ട് വറി ഐ വിൽ ഹോൾഡ് യു എന്ന് പറയുന്നത് കേൾക്കാൻ കഴിയാത്തതാ. അതുകൊണ്ട് ഞാൻ വീഴാനിടയാകുന്നേ. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ എന്റെ സാന്നിധ്യത്തിൽ നിൽക്ക, ഒരു നാൾ നീ ബ്ലെയിം ആകത്തില്ല. You will be blameless because my presence always with you. You will be always blameless and you will be always complete. Enjoy the presence. Come on, kay adisure hallelujah bara. Daraka salana rako. Blameless life is a എന്താ പറയാ, effortless life. How can you say blameless life എന്ന് പറഞ്ഞ എന്ത് പറയും അതിനെ? കുറ്റമില്ലാത്ത ജീവിതം, കുറ്റമറ്റ ജീവിതം അത് പരിശ്രമത്താൽ ഉണ്ടാകുന്നതല്ലെന്ന്. കുറ്റമറ്റ ജീവിതം പരിശുദ്ധാത്മാവിന്റെ സാമീപ്യം കൊണ്ടുണ്ടാകുന്നതാണ്. കുറച്ചും കൂടെ കയറി പറയാം, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഫെലോഷിപ്പിനാൽ ഉളവാകുന്നതാണ് കുറ്റമറ്റ ജീവിതം. ആരെങ്കിലും കുറ്റമറ്റവരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നോ? പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ഞാനൊന്ന് അവസാനിപ്പിക്കുക. നിങ്ങളൊന്ന് പറഞ്ഞേ, ഐ നീഡ് യുവർ ഫെലോഷിപ്പ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സോളിയോട് നിങ്ങളും ചോദിക്കാവോ, എനിക്കൊരു ഷർട്ട് എടുക്കണമെങ്കിൽ എൻ്റെ അലമാരിയിൽ ധാരാളം ഷർട്ടുണ്ട്, ധാരാളം ജുബയുണ്ട്, അതിന് തലയിൽ കൂടെ പോകുന്ന കാര്യമല്ല. പക്ഷേ ഞാൻ എവിടെയെങ്കിലും കുറച്ച് ഇടിഞ്ഞിരുന്ന ചോദിച്ചു നോക്കി, ഞാൻ അവിടെ പോയി തപ്പ് വരുന്നിട്ട് ഏത് ഷർട്ട് എടുക്കണമെന്ന് എനിക്കൊന്നും മനസ്സിലാവത്തില്ല. എല്ലാം കൺഫ്യൂഷനിലാവും. ഞാൻ ഓടണമെങ്കിൽ ആ ഫെലോഷിപ്പ് ഉണ്ടായേ ഒക്കത്തുള്ളൂ. എപ്പോഴെങ്കിലും എനിക്ക് ഡ്രൈനെസ് തോന്നിയാൽ എൻ്റെ വണ്ടി നിന്നു പോകും. നിങ്ങൾ ആരെങ്കിലും ഭാര്യമാരോടോ ഭർത്താക്കന്മാരോടോ പിണങ്ങിയിരുന്നിട്ടുണ്ടോ? ഒരുമിച്ചാണ് കിടക്കുന്നത്, 2010 കൊല്ലമായിട്ട് മിണ്ടുന്നില്ലെന്ന് പറയുന്നവരോടല്ല ഈ ചോദിക്കുന്നേ. പിണങ്ങിയിരുന്നിട്ടുണ്ടോ? ഒരു ദിവസം രാത്രി ആകുമ്പോഴേക്കും പിണങ്ങിയിട്ടില്ല, എൻ്റെ കാര്യമാണ് പറയുന്നത്, കൂടെ കിടന്നിട്ട് മിണ്ടുന്നില്ലെങ്കിൽ എന്നെ അസ്വസ്ഥയാണെന്നറിയോ? ഞാനോട് നിനക്കൊന്നും മിണ്ടിക്കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ പുരുഷന്മാർക്കൊരു ഈഗോ ഉണ്ടേ, താഴാനൊട്ട് പറ്റത്തുമില്ല, മിണ്ടായിട്ട് ഉറക്കം വരത്തുമില്ല. ആർ യു ലിസണിങ്? ഞാനൊരു വാചകം പറയട്ടെ, നമുക്ക് മോശമായിട്ട് വിചാരം വരില്ലേ. ചിലർക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പേപ്പർ വേണം. തറവാചോ എനിക്കറിയാൻ തറയാന്ന്, അതില്ലാതെ അവർക്ക് നടക്കത്തില്ല. ഞാൻ നോക്കിയപ്പോൾ ഒരു പയ്യൻ ഒരു പേപ്പർ മുറിച്ചിട്ട് 10-25 വർഷം മുമ്പുള്ള പേപ്പറാണ്, അത് മടക്കി പോക്കറ്റിൽ വെച്ചുകൊണ്ട് പോകുന്നു. ഏത് തുണ്ടായാലും കുഴപ്പമില്ല, കണ്ടാലേ കാര്യം നടക്കൂ. യു ബിൽഡ് ഇറ്റ്. നീ അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാ, നീ ശീലിച്ചതാ. പരിശുദ്ധാത്മാവുമായിട്ട് ഫെലോഷിപ്പിൽ നിങ്ങൾ ശീലിച്ചാൽ ഇല്ലാതെ പറ്റാതാവും. നിങ്ങൾ വിചാരിക്കുന്നു ഇപ്പം നിങ്ങൾക്കുള്ള പ്രശ്നം അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ സുഖമായിട്ട് ഉറങ്ങും. പക്ഷെ ഒരിക്കലുണ്ടായാൽ പിന്നെ രക്ഷയില്ലാതാവും. ഇപ്പം നമ്മുടെ ഫെലോഷിപ്പ് എവിടെയാണ് നിൽക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. അടുത്തിരിക്കുന്നവരോട് പറ, അവർ ഫെലോഷിപ്പ് ഈസ് വിത്ത് അവർ ഹാൻഡ് ഫോൺ. ഹാൻഡ് ഫോൺ എവിടെയാ നമ്മുടെ ഫെലോഷിപ്പ്? ഓ നമ്മുടെ ഫെലോഷിപ്പ് മുഴുവൻ എവിടെയാ? നമ്മളെ ആളുകൾ, നിങ്ങൾ നോക്കിക്ക്, ഏതെങ്കിലും റോട്ടിലിറങ്ങി നോക്കണം, വെയിറ്റ് ഷെഡ് ഇരിക്കുന്ന പിള്ളേരെ നോക്കണം, ഇതിനകത്തായിരിക്കുന്നവര്. അവർക്ക് പുറത്ത് നടക്കുന്ന ഒരു കാര്യം പോലും അവർ അറിയത്തില്ല. രാവിലെ എഴുന്നേറ്റ നിങ്ങൾ ആദ്യം തപ്പുന്ന ഏതാ? ആരെങ്കിലും പോസ്റ്റ് ഇട്ടിട്ടുണ്ടോന്നല്ലേ? ആരാ മെസ്സേജ് എന്നല്ലേ? പിന്നെ
നമ്മൾ ഈ നാട്ടിൽ തമാശ പറയാം, അമ്മായിമ്മ മരിക്കാൻ കിടക്കുവാ. മനസ്സിലാവുന്ന ഞാൻ പറയുന്നേ? അത്രയും സീരിയസ് ആയ കാര്യമാ. അങ്ങനെ സീരിയസും ഇല്ല, എല്ലാം അങ്ങനെ മറിച്ചു പോകും. എല്ലാം കൂട്ടുകാരെ അയച്ച ഓരോ തമാശയാ. എന്നാലും ഒന്നും കൂടെ നോക്കും, നമ്മുടെ കൂട്ടായ്മ മുഴുവൻ ഫോണിനോടാ, വ്യക്തികളോടല്ല. കുറച്ചു പേരെങ്കിലും എന്നോട് പറയാറുണ്ട്, രാത്രിയായ എൻ്റെ അടുക്ക് വന്ന് കിടക്കത്തില്ലേ ബ്രദറെ, ഇതിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. തോണ്ടുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ കൂട്ടായ്മ അതുമായിട്ടാ. ഇനി ചില തോണ്ടുന്നവരുടെ പ്രത്യേകത, ആ ഫോണിനകത്ത് കൂട്ടായ്മ ആചരിക്കുന്ന കൂട്ടത്തിൽ അതിനകത്ത് ചിലരുണ്ടാവും, അതിനകത്തും കൂട്ടായ്മ പാടും. റിലേഷനെ നമ്മൾ എത്ര നേരം വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പിടിച്ചിരുത്താം. ഫോണിലാ ചാറ്റ് ചെയ്യുന്നേ, പക്ഷെ എത്ര നേരം വേണമെങ്കിലും ആ ചാറ്റിനകത്ത് നമ്മൾ ഇരുന്ന് പോവും. കാണണമെന്നില്ല, ആ ശബ്ദം കേൾക്കുകയും ടൈപ്പ് ചെയ്യുന്ന കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. മണിക്കൂറുകൾ പോകുന്ന അറിയത്തില്ല. സമയം അപഹരിക്കാൻ ഫെലോഷിപ്പിന് സാധ്യമാണ്. ഫെലോഷിപ്പിന് മാത്രമേ സാധ്യമാകത്തുള്ളൂ. അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് കൊണ്ടിരുന്നിട്ട് ആ ആൾ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചില്ലെങ്കിൽ എത്ര നേരം നീ അയച്ചുകൊണ്ടിരിക്കും? കുറച്ച് കഴിയുമ്പം മടുക്കും. അയക്കുന്നതിന് മുമ്പ് വേറൊന്ന് വന്ന് പിന്നെ നമ്മൾ അങ്ങോട്ട് അയക്കും, പിന്നെ ഇങ്ങോട്ട് അയക്കും, അങ്ങോട്ട് അയക്കും, ഇങ്ങോട്ട് അയക്കും. പരിസരം മറക്കും. അടുത്തിരിക്കുന്നവരോട് പറ, എന്നാ ചെയ്യും? ആ ആള് മാത്രമായിരിക്കും തലയിലുള്ളത്, എല്ലാം മറന്നുപോകും. ദാറ്റ് ഈസ് കോൾഡ് ഫെലോഷിപ്പ്. പരിശുദ്ധ കർത്താവേ, ഇന്ന് പകൽ ഞാൻ ഇവരെ നീ ആഗ്രഹിച്ചു എന്ന് തോന്നുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ നീ ആഗ്രഹിച്ചു എന്ന് എനിക്ക് മനസ്സിലായ സ്ഥലത്തേക്ക് ലിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചു. നീ എനിക്ക് പറഞ്ഞു തന്ന ഉദാഹരണങ്ങൾ സഹിതം ഇവരോട് പങ്കുവെച്ചോപ്പാ. ഇവിടെ ഇന്ന് രാത്രിയിൽ ഈ പകൽ മുതൽ ആ ആത്മാനുഭവത്തിലേക്ക് നീ കൊണ്ടുവരുന്നതിന് നന്ദിയപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആ കാര്യങ്ങൾ ഉയർത്തിക്കേ. പരിശുദ്ധാത്മാവേ, ഇവരെ നീ ആ ആത്മാനുഭവത്തിലേക്ക് ഉയർത്തുന്നതിന് നന്ദിയപ്പാ. ആ റിലേഷനിലേക്ക് ഡെവലപ്പ് ചെയ്തതിന് നന്ദി. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്.